ഇരിക്കെ തന്നെ ഗണിതശാസ്ത്രത്തെ അദ്ദേഹം പ്രത്യേക വിഷയമായിട്ട് എടുക്കുകയും പലർക്കും ഒരു കീറാമുട്ടിയാണ് എന്ന് തോന്നുന്ന ഈ കണക്കിനെ ഗണിതശാസ്ത്രത്തെ ഏറ്റവും നർമ്മ രൂപത്തിൽ വളരെ ഫലിതമയമായിട്ട് വളരെ എളുപ്പമുള്ള ഒരു വിദ്യയാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്യുന്നു. അതൊരു മായാജാലമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നും. ഏതായാലും ശ്രീ പള്ളിയറ ശ്രീധരനുമായിട്ടുള്ള അഭിമുഖം നിങ്ങൾ താല്പര്യത്തോടെ ശ്രദ്ധിക്കുക. അതിനു മുമ്പ് കൈരളി വാർത്തകൾ. ശുഭദിനം 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 ശുഭദിനം. ശുഭദിനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കാലത്തിൻ്റെ ഏതേത് തിരമാലകൾ വന്ന് മായ്ക്കാൻ ശ്രമിച്ചാലും മാഞ്ഞു പോകാത്ത രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചില അപൂർവ വ്യക്തിത്വങ്ങളുടെ ഓർമ്മകൾ. നമ്മൾക്ക് ഒരു കളിയുണ്ടല്ലോ, കടൽ തീരത്ത് ചെന്നിട്ട് ഒരു കളി വീടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി വെക്കുന്നു. തൊട്ടടുത്തായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു തിര വന്നത് മായ്ച്ചു കൊണ്ടുപോകും. പക്ഷേ കാലം എത്ര കിണഞ്ഞു ശ്രമിച്ചാലും ശരി, നമ്മുടെ സ്മരണയിൽ നിന്നും ഒരിക്കലും തേച്ച് മാച്ച് കളയാൻ പറ്റാത്ത രീതിയിലുള്ള മഹനീയമായിട്ടുള്ള സ്മരണകളിലേക്ക് ഒരു എത്തിനോട്ടം. ഓർമ്മയിൽ ഈ നാൾ. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ് വിജ്ഞാന സാഹിത്യം എന്ന് പറയുന്നത്. ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് പല രീതിയിലുള്ള വിജ്ഞാനം ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും. മലയാളികൾ എപ്പോഴും വിജ്ഞാന സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളെ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. വിജ്ഞാന സാഹിത്യത്തിൽ തന്നെ പലർക്കും കൗതുകരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറയുന്ന ഒന്നാണ് ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാന സാഹിത്യം. ആ ഗണിതശാസ്ത്ര മേഖലയിൽ ഒരു കൊച്ചുകുട്ടിയെയും, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയും അതേപോലെ ഗവേഷണം ചെയ്യുന്ന ഒരാളിൻ്റെയും ബുദ്ധിയെ ഒരേപോലെ ആകർഷിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ശ്രീ പള്ളിയറ ശ്രീധരുടെ ജീവിതം. അദ്ദേഹം നമ്മുടെ അതിഥിയായിട്ട് ശുഭദിനത്തിലെത്തുക എന്ന് പറയുന്നത് ധാരാളം കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ശ്രവിക്കാം എന്നുള്ള ഒരു സാധ്യത നമ്മളിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഗ്രന്ഥകാരൻ എന്നുള്ള നിലയിൽ 25 വർഷം പൂർത്തിയാക്കുകയും 50ാമത്തെ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ തയ്യാറെടുപ്പിലുമാണ്. ആ രീതിയിൽ വിജ്ഞാന സാഹിത്യത്തിൽ ഗണിതശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ ലളിതവും സുന്ദരവും കൗതുകകരവുമാക്കി തീർക്കുവാൻ പള്ളിയറ ശ്രീധർ എന്ന സ്കൂൾ മാഷ്, അദ്ദേഹം നമ്മുടെ മാഷാണ്. ആ മാഷ് നമുക്ക് അതിഥിയായിട്ട് നമ്മുടെ കൂടെ ഇന്ന് ഈ ശുഭദിനത്തിലുണ്ട്. കണക്കിനെക്കുറിച്ച്, ഗണിതശാസ്ത്രത്തെക്കുറിച്ച്, അതിൻ്റെ ചില കൗതുകകരമായിട്ടുള്ള അംശത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് അദ്ദേഹവുമായിട്ട് കൊച്ചു വർത്തമാനത്തിലേർപ്പെടാം. നമുക്ക് ഒന്നിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. മാഷിന് സ്വാഗതം. ധാരാളം പുസ്തകങ്ങൾ മാഷിൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്രന്ഥകാരൻ എന്നുള്ള നിലയിൽ ഒരേ വിഷയമാണല്ലോ ഇങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗവേഷണാത്മകമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗണിതശാസ്ത്രം സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കീറാമുട്ടിയായിട്ടുള്ളൊരു വിഷയമാണ് ഈ ഗണിതശാസ്ത്രം എന്ന് പറയുന്നത്. കേവല ഭാവനയ്ക്ക് ഒരിക്കലും വഴങ്ങി വരുന്നതായിട്ട് തോന്നില്ല. എന്നാൽ വളരെ നല്ല സുഹൃത്തുക്കൾക്ക് വളരെയധികം എളുപ്പമുള്ള ഒരു വിഷയമായിട്ടത് കണ്ട് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. മാഷ് എങ്ങനെയാണ് ഈ ഗണിതശാസ്ത്രത്തിൻ്റെ ഈ മധുരതരമായിട്ടുള്ള മേഖലയിലേക്ക് വന്നത്? ഗണിതശാസ്ത്രം പൊതുവെ വിശ്വസിക്കുന്നത് വളരെ വിഷമമുള്ള വിഷയമാണെന്നാണ്. അതെ. അതേസമയം ഏറ്റവും രസകരമായ വിഷയം ഗണിതശാസ്ത്രമാണ്. ഇതെങ്ങനെയാണ്, ഏത് സമയത്താണ് മാഷിന് തോന്നിയത് ഏറ്റവും രസകരമെന്ന്? കുഞ്ഞുനാളിലെ ഈ ഒരു തോന്നലുണ്ട്? അതെ, കുഞ്ഞുനാളിൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഗണിതം. അതിൻ്റെ രസകരമായ വസ്തുക്കൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക വളരെ രസകരമായിരുന്നു. ഞാൻ ആദ്യകാലത്ത് ഒരു ചെറുകഥയിലും നോവലിലും നാടകത്തിലൊക്കെ വന്നിരുന്നു. അതേസമയം ഒരു അധ്യാപക നിലയിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ കുട്ടികൾക്ക് വളരെ പ്രയാസമുള്ള ഒരു വിഷയമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അതേസമയം ഗണിതാധ്യാപകൻ തന്നെ ആയിരുന്നു. കൂടുതൽ ഒരു അനുഭവ മേഖലയിലേക്ക് വരാൻ സാധിച്ചു. ഏതാണ്ട് 27 വർഷത്തോളം ഞാൻ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. പക്ഷേ ഈ ഗ്രന്ഥരചനയിൽ മറ്റുള്ള തിരക്ക് കാരണം ജോലി തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പുസ്തകം എഴുതിയിട്ട് 25 വർഷമായി ഗ്രന്ഥകാരൻ എന്ന നിലയിൽ. അതിനു മുമ്പിൽ ഒരു ചെറുകഥാകൃത്ത് എന്ന നിലയിൽ 10-25ഓളം ചെറുകഥ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, 1-2 നാടക പുസ്തകങ്ങളുണ്ടായിരുന്നു. ഗലീലിയോയുടെ അതായത് ജീവചരിത്രമുള്ളൊരു പുസ്തകം, ബ്രെത്തിൻ്റെ ഒരു പുസ്തകം എൻ്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ചിരുന്നു. അത് ചിന്താ പബ്ലിഷേഴ്സാണ് പുറത്തിറക്കിയത്. ഈ ആദ്യത്തെ പുസ്തകത്തിൻ്റെ അനുഭവവും അതിൻ്റെ പ്രസിദ്ധീകരണ അനുഭവവും ഇന്നിപ്പോൾ 50ാമത്തെ പുസ്തകം വരുന്നു. ഇതിനകം കടന്നു പോയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ധാരാളം മുഹൂർത്തങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും അനുസ്മരിക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ഗ്രന്ഥകാരൻ നിലയിൽ ഒരു
ഇപ്പോൾ നോവൽ ചെറുകഥ എന്നുള്ളത് ഒരു ജനകീയമായിട്ടുള്ളൊരു സാഹിത്യമാണ്. അതെ, കൂടുതൽ പേര് വായിക്കുകയും അതിനെ പിന്നെ ആസ്വദിക്കുകയും ചെയ്യും. അതേസമയം ക്രിയേറ്റീവ് എന്ന് പറയുന്നത് സർഗ്ഗാത്മകം. പക്ഷെ അതേസമയം ഗണിതശാസ്ത്രം എന്നുള്ളത് ഒരു ഹെഡിങ് വായിച്ച് പിന്നെ പ്രത്യേക താല്പര്യമില്ലാത്ത ആളുകൾ അത് മാറ്റി നിർത്തുകയാണ്. അതേസമയം ഇത് ധാരാളം പേര് വളരെ രസകരമായിട്ട് വളരെ താല്പര്യത്തോട് വായിക്കുന്നുണ്ട്. ധാരാളം കത്തുകൾ എനിക്ക് കിട്ടാറുണ്ട്. കുട്ടികളിൽ നിന്ന് തന്നെ ഓരോ സംശയം ചോദിച്ചുകൊണ്ടും വളരെ രസകരമായ അനുഭവങ്ങൾ, അവർക്ക് ഒരുപാട് അനുഭവം കിട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കാനുള്ള ഒരു പ്രോത്സാഹനം എനിക്ക് തരുന്നുണ്ട്. ഒരേ ശാസ്ത്രശാഖയെക്കുറിച്ച് തന്നെ ഇങ്ങനെ നിരന്തരം പുസ്തകങ്ങൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിഷയ ദാരിദ്ര്യം വരാറില്ല? ഒരിക്കലും വരുന്നില്ല. കാരണം എനിക്കിപ്പോൾ ഒരു 5 പുസ്തകത്തിൻ്റെ മാറ്റർ എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ട്. ഓരോ രംഗത്തും ഇന്ന രീതിയിലുള്ള പുസ്തകം തയ്യാറാക്കണം എന്നുള്ള ഒരു മനസ്സിൽ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഏറ്റെടുത്ത് ഇവൻ തയ്യാറാക്കിയ ഒരു ദൗത്യം വളരെ വലുതാണ്. കാരണം വെച്ചാൽ മലയാളത്തിൽ പിന്നെ ഗണിതശാസ്ത്ര പ്രതിഭകൾ എന്നുള്ള പുസ്തകമാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ യഥാർത്ഥത്തിൽ ഈ ഗണിതശാസ്ത്രന്മാരെ പറ്റി വളരെ വിശദമായിട്ട് പിന്നെ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ മലയാളത്തിലില്ല. ഏതാണ്ട് ഒരു 10, 15, 20 ശാസ്ത്രന്മാരുടെയൊക്കെ ജീവചരിത്രങ്ങളും അവരുടെയൊക്കെ സംഭാവനകൾക്ക് മാത്രമേ സാധാരണ കാണുന്നുള്ളൂ. അതേസമയം 300-ലധികം ഗണിതശാസ്ത്രന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. മലയാളമല്ല, ഇന്ത്യയിലാകെ അല്ല ലോകത്തിലാകമാനം ഏതാണ്ട് 300-ലധികം ഗണിതശാസ്ത്രന്മാരും അവരുടെ സംഭാവനകളുണ്ട്. പക്ഷെ അത് നമ്മളെ ഒരു സാധാരണഗതിയിൽ ഈ ഗണിതശാസ്ത്രത്തിന് താല്പര്യം ആളോട് ചോദിച്ചാൽ പോലും ഒരു 10, 15 പേരിൽ അതിൽ കൂടുതൽ പേരുകളെ പറയാൻ പറ്റൂ. അപ്പോൾ ഇത്രയും വലിയ ഒരു വലിയ ഒരു സമൂഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ അവരുടെ സംഭാവനകളും അവരുടെ ജീവിതത്തിലും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അത് വളരെ വലിയൊരു വിലമായ ഒരു പുസ്തകമാണ്. പക്ഷേ ഒരു ഹയർ മെത്തേഡ്സിലാണ് പല ആളുടെയും പിന്നെ സംഭാവന ഉള്ളത്. അപ്പോൾ അപ്പടി അത് വിശദീകരിച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് നിരക്കുന്നതല്ല. അതേസമയം പിന്നെ ഇത് ഒരു സാധാരണ പൊതുജനങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിനെ പറ്റി പിന്നെ ഇത് അയച്ചുകൊണ്ടാണ് ഞാൻ ഈ പുതിയ പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗണിതശാസ്ത്ര പുസ്തക രചനാവേള ഇപ്പൊ കഥ എഴുതിയിട്ടുണ്ട്, എൻ്റെ മിക്കവാറും പുസ്തകങ്ങളൊക്കെ ഈ കഥകൾ രൂപത്തിൽ തന്നെയാണ്. പുസ്തകത്തിന്റെ പേര് തന്നെ സംഖ്യകളുടെ കഥ, സമയത്തിന്റെ കഥ, പൂജ്യത്തിന്റെ കഥ, പിന്നെ അങ്ങനെ ഗണിത കഥകൾ, സംഖ്യകളുടെ അത്ഭുത പ്രപഞ്ചം. അങ്ങനെയുള്ള ഈ സംഖ്യയുടെ അത്ഭുത പ്രപഞ്ചം രചിക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ സാധാരണ ഈ സംഖ്യകൾ കൈകാര്യം ചെയ്യുമ്പോൾ 1, 2, 3 എന്നുള്ള സംഖ്യകൾ മാത്രമേ കൈകാര്യം ചെയ്യൂ. അത് നമ്മൾ സാധാരണ ഇതിന് എണ്ണൽ സംഖ്യകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 5-ൽ ഉള്ള അടുത്ത സംഖ്യ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് 6 എന്ന സംഖ്യ ഉത്തരം പറയാൻ പറ്റും, അല്ലെങ്കിൽ 5-നടുത്ത് 4 എന്ന് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ 5-ന്റെ അടുത്ത സംഖ്യ 6 എന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഇപ്പം 4-നും 5-നും ഇടയിലുള്ള അല്ലെങ്കിൽ 5-നും 6-നും ഇടയിലുള്ള സംഖ്യ ഉണ്ടല്ലോ. ഇപ്പം 4.5 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ടല്ലോ, അത് 5-ൽ കുറവാണല്ലോ. അപ്പം 5-നേക്കാളും കൂടിയ സംഖ്യ 5.5 എന്ന് പറയാം. 5 അപ്പൊ 5.25 ആവുമല്ലോ. അപ്പൊ 5.25-ന് ഇടയിലുള്ള ഒരു സംഖ്യ വരുമല്ലോ, 5.1 എന്നുള്ള സംഖ്യ ഉണ്ട്. അപ്പൊ അതിനേക്കാളും ചെറിയ സംഖ്യ, അതിനേക്കാളും അടുത്ത സംഖ്യയാണ് 5.01. അങ്ങനെ ഈ എൻ്റെ ഇടയിൽ തന്നെ കോടിക്കണക്കിന് സംഖ്യ കാണാൻ പറ്റും, ധാരാളം കാണാൻ. അതെ, ഇതൊക്കെ അപ്പോൾ വിവിധ ഇനം സംഖ്യകളുണ്ട്. പക്ഷെ സാധാരണ ഒരാൾ പറഞ്ഞാൽ ഇപ്പോൾ 5-ന്റെ അടുത്ത സംഖ്യ എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ 6 എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പൊതുജനങ്ങളുടെ ധാരണ എന്ന് വെച്ചാൽ പൊതുവെ ഈ എണ്ണൽ സംഖ്യകളുള്ള സംഖ്യകളും അതിൻ്റെ ഇടയിലുള്ള ഏതാനും കുറേ ദശാംശങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് പൊതുവെ ധാരണ ഉള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. 75 ഇനം സംഖ്യകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഭിന്നയങ്ങൾ, അഭിന്നയങ്ങൾ, അതീത സംഖ്യകൾ, അങ്ങനെയുള്ള ഒരുപാട് ഇനം സംഖ്യകൾ. അത് കുട്ടികൾക്ക് അത് ഈ ഒരു അത്ഭുത പ്രപഞ്ചമാണ്. സത്യത്തിൽ ഈ നമ്മുടെ ആളുകളെ പോലെ തന്നെ വളരെ പ്രത്യേകതകളുള്ള ആൾക്കാരിൻ്റെ വ്യക്തികളെ വെറുക്കുന്നത്. അതായത് നമ്മൾ ഓരോ സംഖ്യക്കും അതിൻ്റെതായ വ്യക്തിത്വങ്ങളുണ്ട്. ആ ഓരോ സംഖ്യയുടെയും പ്രത്യേകതകൾ, അവയുടെ കാര്യങ്ങളാണ് ഈ സംഖ്യയുടെ അത്ഭുത പ്രപഞ്ചം പറയുന്നത്. ഇപ്പോൾ തികഞ്ഞ ഇപ്പം 5 1 കൂട്ടിയാൽ 6 കിട്ടും. അപ്പോൾ അതിൽ അടുത്ത സംഖ്യ കിട്ടും. പക്ഷെ 5-നോട് 1 ഗുണിക്കുമ്പോൾ യാതൊരു മാറ്റവും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ ഒരു പ്രത്യേക ഒരു ക്രിയയിൽ നിഷ്ക്രിയനാണ്. 5 × 1 എന്ന് പറയുമ്പോൾ 5 ആണ്, യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അതേസമയം 1 ആഡ് ചെയ്യുമ്പോൾ വേറെ സംഖ്യ ഉണ്ടാകുന്നു. അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ 0 എന്നുള്ളത് 5-നോട് 1 ഒരു 0 ചേർക്കുമ്പോൾ യാതൊരു നിഷ്ക്രിയത്വം ഒന്നുമില്ല. അതേസമയം എത്ര വലിയ സംഖ്യയും ഗുണിക്കുമ്പോൾ സംഖ്യ 0 ആകുന്നു. അത് നമ്മുടെ ഇപ്പം
സംഖ്യാപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് ഭാഗത്തും അനന്തമാണ്. അത് ഏറ്റവും കുറഞ്ഞ സംഖ്യ നമുക്ക് പറയാൻ പറ്റില്ല. അത് പിന്നിലേക്ക് പിന്നെ അത് നെഗറ്റീവ് ആകുന്ന അങ്ങനെ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനുള്ള എല്ലാ സ്പേസും, അതായത് നമ്മുടെ പിന്നെ ഓരോ ചുമരും ഓരോ എഴുത്തും നമുക്ക് എഴുതാവുന്ന സാധിക്കുന്ന എല്ലാ സ്ഥലത്തും എഴുതിയാൽ പോലും സംഖ്യകൾ ഏറ്റവും കുറഞ്ഞ സംഖ്യയിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അതേസമയം ഏറ്റവും വലിയ സംഖ്യയിലേക്കും എത്താൻ കഴിയുന്നില്ല. എത്ര വലിയ ഒരു ക്യാൻവാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും എല്ലാ ജോലിയും മാറ്റി വെച്ചുകൊണ്ട് സംഖ്യ എഴുതുക എന്നുള്ളൊരു പ്രക്രിയയിൽ മാത്രം മുന്നോട്ട് പോയാൽ പോലും അവൻ്റെ ജീവിതകാലം മുഴുവൻ എഴുതി കഴിഞ്ഞാലും പിന്നെയും തീരാത്ത ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നു. അതേസമയം ഈ ഓരോ സംഖ്യയുടെ ഇടയിലുള്ള സംഖ്യകൾ ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ അതേ അനേക സംഖ്യകളുണ്ട്. അതിലൊന്നാണ് 1.5. ആ 1.5-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ അനേക സംഖ്യകളുണ്ട്. ഇങ്ങനെ ആ 1.5-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള സംഖ്യകൾ ഇങ്ങനെ നമ്മുടെ ഈ ഗ്യാപ്പ് എത്ര കണ്ട് ചെറുതായി മാറ്റിയാലും എത്ര കണ്ട് ചെറുതായി മാറ്റിയാലും ഇതിൻ്റെ ഇടയിലൊക്കെ അനന്തമുണ്ട്. അപ്പോൾ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അനന്തമാണ്. ഈ അനന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ലോകത്തിൽ എവിടെയും അനന്തത കാണാൻ പറ്റില്ല. ഈ മാത്തമാറ്റിക്സിലുള്ള ഈ സംഖ്യകളിലാണ് ഈ അനന്തത കാണാൻ പറ്റും. വേറെ ഒരു സ്ഥലത്തും അനന്തതയില്ല. കാരണം എല്ലാ അനന്തക്കും പരിമിതിയുണ്ട്. പക്ഷെ ഈ അനന്തതയെല്ലാം ഈ സംഖ്യകളെല്ലാം കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. എത്ര വലിയ സംഖ്യകൾ, അതായത് എണ്ണം 10 കോടി 100 കോടി 1000 കോടി 10000 കോടി എന്നുള്ള ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ മാധ്യമങ്ങളും എഴുതിയാൽ കിട്ടുന്ന സംഖ്യയുടെ ഒക്കെ തുക 0 ആയിട്ട് വരും. ഇറ്റ്സ് എ വണ്ടർ. ലോകത്തിൽ മറ്റെവിടെ ഇല്ലാത്തൊരു വണ്ടറാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് മുഴുവൻ പോസിറ്റീവ് സംഖ്യകളാണ്, തത്തുല്യമായിട്ട് ഈ ഭാഗത്ത് നെഗറ്റീവ് സംഖ്യകളുണ്ട്. അപ്പോൾ നെഗറ്റീവ് 1-ഉം പോസിറ്റീവ് 1-ഉം കൂട്ടും 0 ആവും. നെഗറ്റീവ് 2-നും പോസിറ്റീവ് 2-നും 0 ആവും. അപ്പോൾ ഏത് സംഖ്യക്കും തത്തുല്യമായിട്ട് നെഗറ്റീവ് സംഖ്യയുണ്ട്. സോ altogether സം വിൽ ബി 0. അതുകൂടാതെ അസ്റ്റോണിഷിങ് മറ്റൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോഡക്റ്റും 0 ആയിരിക്കും. എവരി നമ്പേഴ്സിൻ്റെയും എല്ലാറ്റിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക. ഇപ്പോൾ 1 × 2 × 3 എന്ന് പറഞ്ഞാൽ 1 × 2 2 ആണ്. പിന്നെ 2 × 3 6 ആവും. അപ്പോൾ 6 × അങ്ങനെ കൂടുതൽ സംഖ്യകൾ വരുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ വളരെ വളരെ വലിയൊരു സംഖ്യയാണ്. ഇപ്പോൾ 1 കോടി × 5 കോടി ആകുമ്പോൾ അങ്ങനെ കോടി എത്ര വലിയ സംഖ്യ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അപ്പോൾ ഈ സംഖ്യയുടെ ഒക്കെ പ്രോഡക്റ്റ് എടുത്താൽ ഇറ്റ് വിൽ ബി 0 ബിക്കോസ് എനി ക്വാണ്ടിറ്റി ഇൻറ്റു 0 ഈസ് 0. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആറ്റം ബോംബിന് പോലും ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ചാൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു അവശിഷ്ടവിനും കാണാൻ പറ്റും. പക്ഷേ ഈ സംഖ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അവശേഷിക്കാത്ത രീതിയിൽ 0 മാറ്റാനുള്ള എല്ലാറ്റിനെയും സ്വയം ആഭാവിച്ചുകൊണ്ട് സ്വയം അതായി മാറാനുള്ള ഒരു അത്ഭുതകരമായ കഴിവ് 0-നുണ്ട്. അതേസമയം ഈ 0-ൻ്റെ കണ്ടുപിടുത്തം ഭാരതീയർ കണ്ടുപിടിച്ചപ്പോൾ അത് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തം 0-ആണെന്ന് പരിഹസിക്കുന്നവരുണ്ട്, തമാശയ്ക്ക്. അതേസമയം 0-ൻ്റെ ഈ സംഹാര ശക്തി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്തതാണ്. ഏറ്റവും വലിയ നമ്മുടെ ഈ ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് 0. ഏറ്റവും ശക്തനായ ഇതുവരെ അത് ഈ 0-ൻ്റെ കണ്ടുപിടുത്തം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ യാന്ത്രിക യുഗത്തിൽ ഈ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോട് തുല്യമാണ്. അത് വീൽ, അതിനു മുമ്പിലുള്ള യന്ത്രങ്ങൾക്ക് തന്നെ വീലില്ലാത്തൊരു അവസരത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ വലിച്ചു ആളുകൾ ഈ വലിച്ചു കൊണ്ടുപോകണം. ഇപ്പോൾ ആളുകൾ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ഒക്കെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ഒരു പ്രോസസ്സ് വളരെ പ്രയാസപ്പെട്ടതാണ്. ഒരു യന്ത്രം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ചക്രത്തിലുണ്ടാകുന്ന പ്രവർത്തനം വളരെ വലുതാണ്. നമ്മുടെ ഇന്ന് ആധുനിക യന്ത്രത്തിൽ ഇവിടെ നോക്കിയാലും ചക്രങ്ങൾ വളരെ പ്രാധാന്യം വയ്ക്കുന്നത്. ചക്രമില്ലാത്ത ഒരു യന്ത്രത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ ചക്രത്തിൻ്റെ എത്ര കണ്ട് ഈ യാന്ത്രിക മേഖലയിൽ ചക്രം എത്ര കണ്ട് പ്രാധാന്യം ഉണ്ടാക്കിയിട്ടുണ്ടോ അതേ പ്രാധാന്യമാണ് നമ്മുടെ ഈ ഗണിതശാസ്ത്രത്തിലും ഈ 0-ന് കണ്ടുപിടുന്നത്. അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ഈ ലെവലിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയ്ക്ക് പെട്ടെന്ന് ചെങ്കുത്തായിട്ട് ഒരു ചെറിയ സ്റ്റീപ്പായിട്ട് കഴിഞ്ഞാൽ അത് എത്ര കണ്ട് സ്റ്റീപ്പായിട്ട് പതിക്കും അത്രയും വലിയ ഒരു പുരോഗതി 0 കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഈ ആർക്കിമിഡീസോ അല്ലെങ്കിൽ പൈത്തഗോറസിനോ അവിടെ മുമ്പ് കാലത്തുള്ളതൊന്നും 0 കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാൽക്കുലേഷൻ വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ രീതിയിൽ കാൽക്കുലേഷൻ ഈ 10-ൻ്റെ ബേസ് ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് അറിയപ്പെടുന്നത്. മറ്റു പ്രത്യേകത ഈ ഇന്നത്തെ ആധുനിക ലോകത്തിൽ കമ്പ്യൂട്ടർ പ്രാധാന്യം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് മേഖലയിലും കമ്പ്യൂട്ടർ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കമ്പ്യൂട്ടർ എന്നുള്ളത് ഗണിതശാസ്ത്രത്തിൻ്റെ സംഭവമാണ്. അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും വരുന്നത് നമ്പേഴ്സാണ്. 0 1 0 1 എന്നുള്ള സംഖ്യകൾ മാത്രമാണ് കമ്പ്യൂട്ടറിൽ. ആ ബൈനറി സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ 0 1 എന്നുള്ള സംഖ്യകൾ കൊണ്ട് മാത്രം ലോകത്തിലെ ഏത് സംഖ്യ കൊണ്ട് നമുക്ക് എഴുതാൻ കഴിയും.
നമ്മുടെ ഈ 10 അക്കങ്ങൾ ഉപയോഗിച്ചുള്ള സംഖ്യാ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ കോടാനുകോടി സംഖ്യ എഴുതുന്നത്. ഈ കോടാനുകോടി സംഖ്യകളെല്ലാം തന്നെ ഈ 0, 1 എന്ന അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതാൻ കഴിയും. അതുകൊണ്ട് പുസ്തകത്തിന്റെ രചനയിൽ ഒരു ദാരിദ്ര്യവും വരാറില്ല. അപ്പോൾ നമുക്ക് ഒരു മേഖല ഒരു പ്രയാസം. ഇപ്പം ഓരോ ആപ്ലിക്കേഷൻ വെച്ചാൽ നമ്മുടെ ഏത് രംഗം എടുത്ത് നോക്കിയാലും ഇപ്പം സംഗീതത്തിൽ ഉള്ള താല്പര്യം ഗണിതം. ഈ ഗണിതത്തിന് ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ഏറ്റവും കൂടുതൽ ഇതുണ്ടെങ്കിൽ ബന്ധമുണ്ടെങ്കിൽ സംഗീതമാണ്. അതെ, സംഗീതം ഗണിതമാണ്. അത് ആദ്യം കേൾക്കുക പ്രഥമ ശ്രവണത്തിൽ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമായിട്ട് തോന്നാം. കാരണം ഗണിതവും സംഗീതവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കവിതയും ബന്ധമുണ്ട്. ഇപ്പം കവിത ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നിങ്ങൾക്ക് പിന്നെ കവിത എഴുതുന്ന ആളാണല്ലോ. ഒരു കവിതയുടെ വൃത്തം ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് 2, 3, 2 എഴുത്തുകൾ 14 6 എന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താണത്? 2 കണക്കാണ്. ആ കണക്ക് അപ്പോൾ ഓരോ വരിയിലും ഇത്ര മാത്രകൾ വേണം, ഇത്ര അക്ഷരം വേണം എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ആ എണ്ണത്തിൽ കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മാതൃകയാണെങ്കിൽ അത് കവിത അല്ലാതെ മാറുന്നു, തെറ്റുന്നു. അപ്പോൾ അത് കവിതയാക്കി മാറ്റുന്നത് ഗണിതമാണ്. അല്ലെങ്കിൽ അത് കവിതയാവില്ല. കാരണം അത് ഒരു ആശയം മാത്രമേ ആവുന്നുള്ളൂ, കണക്കിൽ ശരിയാവുന്നു. അതെ. അപ്പോൾ പക്ഷേ ഈ പല കവികളും പറയുന്നത് നമുക്ക് കണക്ക് കൂടുതൽ അറിയില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ശരിയല്ല. കാരണം അവരറിയാതെ തന്നെ ഈ താളത്തിനനുസരിച്ച് അവർ പാടുമ്പോൾ ഈ കവിത എഴുതുന്ന ആരും തന്നെ 2, 3 ആ 3 അക്ഷരം ശരിയായോ 2 അക്ഷരം ശരിയായോ എന്ന് നോക്കുന്നില്ല. ഇല്ല, താനെ അവർ ആ ശീലിൽ പാടിക്കൊടുക്കുന്ന ശീലിനനുസരിച്ച് അവരറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പിന്നെ താളത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഓരോ നിർത്തുമ്പോൾ താളുണ്ടല്ലോ, ഈ താളത്തിൻ്റെ പേര് പോലും കൊടുത്തത് ഗണിതത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പോൾ ഓരോ പിന്നെ താളത്തിൻ്റെ പേരുണ്ട്. ഇപ്പോൾ പിന്നെ രാഗങ്ങളും താളങ്ങളൊക്കെ ഉള്ളു. ആ താളത്തിൻ്റെ അക്ഷരങ്ങൾ ഇപ്പോൾ ഓരോ പേര് പറഞ്ഞാൽ തന്നെ ഇപ്പം ആദ്യ താളം എന്നുള്ള അത് എത്രാമത്തെ താളമാണെന്ന് പറയുന്നതിനുള്ള കണക്കിൻ്റെ ഇത് കൊടുത്തത്. അതിന് കടവയാതി എന്നുള്ള അക്ഷരസംഖ്യാ സമ്പ്രദായമുണ്ട്. അപ്പോൾ 1, 2, 3, 4, 5 എന്നുള്ളതിനനുസരിച്ച് ക, ഖ, ഗ, ഘ എന്നുള്ള അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അക്ഷരങ്ങൾക്ക് അനുസരിച്ചാണ് ഇവയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത്. 72 മേളരാഗങ്ങൾക്ക് കൊടുത്തത് ഈ പേരുകളാണ്. ആ പേരുകൾക്കനുസരിച്ച് തന്നെ ഇത് 36 22 എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ആ പേര് കേൾക്കുന്ന മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ഗണിതത്തിന് ഈ പിന്നെ സംഗീതത്തിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള വിഷയം ഗണിതമാണ്. അപ്പോൾ ഗണിതം ഒരു ശാസ്ത്രമായിട്ട് അറിയാത്ത ഒരാൾ പോലും ജീവിതത്തിൽ ഒരു ഗണിതത്തിൽ വളരെ ഇഴുകിച്ചേർന്നാണ്. ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനം ആ അക്ഷരങ്ങളും താളങ്ങളും ഒക്കെ പിന്നെ തയ്യാറാക്കുന്നതാണ്. അത് പിന്നെ ഇത് ഒരു സെന്റൻസ് പറഞ്ഞതുകൊണ്ട് മാത്രം അത് കവിതയായി മാറില്ല. ഇല്ല. ഈ ഗണിതത്തിന്റെ ഈ അപാരമായിട്ടുള്ള മേഖലയിലേക്ക് മാഷിനെ കൈപിടിച്ച് നടത്തിയത് അത് ഈ കാരണം തന്നെ ഈ എല്ലാറ്റിനെയും ഭരിക്കുന്നത് പിന്നെ ഗണിതമാണ്. അല്ല, അങ്ങനെ ഒരു ഗുരു ഉണ്ടോ? സ്കൂളിലെങ്ങാനും പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ താല്പര്യം കാണിച്ച് കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരുന്നു. വേറെ പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ വായനയോടുകൂടി എനിക്ക് കൂടുതൽ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പിന്നെ സംഗീത പുസ്തകം വായിച്ചാൽ തന്നെ ആ സംഗീത പുസ്തകത്തിന് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഇന്ന ഗണിത ഇന്ന താല്പര്യമുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഗണിതമായ ഭാഗങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് ആളുകളെ സൂചിപ്പിക്കും. അതുകൊണ്ട് അത് താല്പര്യം കാണിക്കും. ഇപ്പോൾ ഏത് വിഷയം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ഒരു ചിത്രകാരന് ഒരിക്കലും അത് ഗണിതം അറിയുമെന്ന് പറയില്ല. പക്ഷെ അവൻ സെലക്ട് ചെയ്യുന്ന ഒരു ക്യാൻവാസിൻ്റെ നീളവും വീതിയും അതിന് ഗണിതമുണ്ട്. അതായത് അതിന് നമ്മൾ പറയുന്നത് ഈ പിന്നെ കനകചതുരം എന്ന് പറയും, ഗോൾഡൻ റെക്റ്റാങ്കിൾ. ഈ ഗോൾഡൻ അതായത് നീളവും വീതിയും ഇപ്പോൾ ഒരു പിന്നെ ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും അതൊരു ഒരു ഗോൾഡൻ റേഷ്യോനാണുള്ളത്. അങ്ങനെ ഇപ്പോൾ ഒരു പുസ്തകം എടുത്ത് നോക്കിയാൽ ഈ പുസ്തകത്തിൻ്റെ നീളവും വീതിയും ഈ നീളവും വീതിയും ഒരു പ്രത്യേക അംശത്തിലാണ്. അതേസമയം നീളമുള്ള ഒരു പുസ്തകം നിങ്ങൾ ഇഷ്ടപ്പെടില്ല. രാജാരവിവർമ്മയുടെ ചിത്രങ്ങളൊക്കെ ഈ അവരുടെ ഏത് ചിത്രകാരന് വിശദമായ ക്യാൻവാസിൻ്റെയും നീളവും വീതിയും ഒരു റേഷ്യോയിലായിരിക്കും. അപ്പോൾ ചിത്രകാരൻ സെലക്ട് ചെയ്യുന്ന പിന്നെ ക്യാൻവാസിൻ്റെ നീളവും വീതിയിൽ പോലും ഗണിതം അടങ്ങിയിരിക്കുന്നു. അവൻ ഉപയോഗിക്കുന്ന ചായക്കൂട്ടിൻ്റെ ആ റേഷ്യോ, ഓരോ നിറങ്ങളും പിന്നെ ഉപയോഗിക്കുന്നതിനും റേഷ്യോ ഉണ്ട്. അപ്പോൾ ഒരാൾ ചിത്രം വരയ്ക്കുമ്പോൾ ആ തലയുടെ പിന്നെയും കൈകാലിൻ്റെയും ആ പിന്നെ അതിക്ക് പ്രത്യേക റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ അവൻ അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ ഗണിതമുണ്ട്. ആ പിന്നെ ചായക്കൂട്ട് തിരഞ്ഞെടുക്കുന്നതിൽ പിന്നെ റേഷ്യോ ഉണ്ട്. പിന്നെ ആ പിന്നെ ചിത്രത്തിൻ്റെ ഓരോ അവയവത്തിൻ്റെ അതിനൊരു അനുവാദമുണ്ട്. ഇങ്ങനെ ഏത് മേഖലയിലും അവൻ പൂർണ്ണമായിട്ട് ഗണിതം ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതേസമയം
ഒരു ചിത്രകാരനുണ്ട് ഗണിതം അറിയുമെന്ന് ചോദിച്ചാൽ ഗണിതം അറിയില്ല എന്ന് പറയും. അറിയില്ല എന്ന് പറയും. അപ്പോൾ ഓരോരാളും യഥാർത്ഥത്തിൽ അവരുടെ ഫീൽഡിലുള്ള ഗണിതത്തിനെ പറ്റി അവർ പിന്നെ തീർച്ചയായിട്ടും അറിയുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബസ്സിന് പൈസ കൊടുത്താൽ അപ്പം പിന്നെ 4 രൂപ 7 പൈസയാണ് ടിക്കറ്റ് എങ്കിൽ 30 പൈസ നമ്മൾ വാങ്ങിക്കും, 25 പൈസ അങ്ങനെ 5 പൈസ നമുക്ക് കുറഞ്ഞു ചെന്നെങ്കിൽ നമുക്കൊരു ബോധമുണ്ട്, നമ്മുടെ ഉള്ളിലെങ്കിലും ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ കണക്കൂട്ടുന്നുണ്ട്. നമ്മുടെ ഓരോരോ ആളും നമ്മുടെ കണക്കിൽ വളരെ സിദ്ധാരമാണ്. അതിന് പിന്നെ 2 തലങ്ങളുണ്ടല്ലേ, പക്ഷേ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ പക്ഷേ അതൊന്നും കണക്കല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ കൈകാര്യം ചെയ്യുന്ന കണക്കുകളൊന്നും തന്നെ കണക്കല്ല, നമ്മുടെ അത് മറ്റെന്തോ ആണെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ പിന്നെ എല്ലാവരും തന്നെ ഗണിതശാസ്ത്രത്തിൽ അവരവർ കൈകാര്യം ചെയ്യുന്ന ഗണിതശാസ്ത്രത്തിൽ അവർ എക്സ്പെർട്ടാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ വെച്ചിടത്തോളം പിന്നെ ഒരുപാട് ഗണിതം ഉപയോഗിക്കുന്നുണ്ട്. ഓരോ സീക്വൻസും ഉപയോഗിക്കുന്നു. ഇപ്പം പിന്നെ തീ കത്തിക്കുക, നമ്മൾ പിന്നെ ഈ കമ്പ്യൂട്ടിങ്ങിൽ പറയാറുണ്ട്, ഓരോ ജോലി ചെയ്യുമ്പോഴും ആദ്യം പിന്നെ പാത്രം കഴുകി വെക്കുക, എന്നിട്ട് പിന്നെ വെള്ളം ഒഴിക്കുക, തീ കത്തിക്കുക. അല്ലാതെ പിന്നെ ആദ്യം പാത്രം വെച്ച് പിന്നെ തീയും കത്തിച്ച് കുറേ കഴിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് അത് പിന്നെ ഈ അരി കിട്ടിയതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ചോറ് കിട്ടില്ല. അപ്പോൾ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു കണക്കുണ്ട്. എല്ലാം പിന്നെ ഉപ്പ് ചേർക്കുന്നതിലോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ചേരുവകൾ ഓരോന്നിനും. ഇപ്പോൾ ഓരോ പിന്നെ ഭക്ഷണ പദാർത്ഥം പാകം ചെയ്യുമ്പോഴുള്ള ചേരുവകളിൽ ഒരു നിശ്ചിത റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ അവരെ പഠിപ്പിച്ചിരുന്നില്ല. ഇന്ന റേഷ്യോയിലാണ്. അപ്പോൾ അവർ പിന്നെ മുളകും ഉപ്പും പിന്നെ ഇന്ന റേഷ്യോയിൽ എടുക്കണമെന്ന് ആരും പഠിച്ചെടുത്തില്ല. പക്ഷെ അവർക്കറിയാം ഇത് ഉപ്പ് ഇത്ര വേണം, ഇത്ര അളവിലുള്ള കറിക്ക്. ഈ നമ്മുടെ ഗണിതത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങനെ പുസ്തക രചനയ്ക്ക് വേണ്ടി ഒരുപാട് ലോകവും ഗണിതവുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് ഉണ്ടായി വരുന്ന ഗണിതശാസ്ത്രം കൂടുതൽ മെച്ചപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഗണിതശാസ്ത്രത്തിന് ഇന്ത്യ നൽകിയിട്ടുള്ള സംഭാവനയോളം വേറെ മറ്റു ഒരു രാഷ്ട്രമില്ല, അത് ഉറപ്പാണോ? അതാണ്. അതായത് ആദ്യകാലത്ത്, അതായത് പിന്നെ ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ പിന്നെ ഈജിപ്ത്, പിന്നെ ചൈന, പിന്നെ അങ്ങനെയുള്ള ചില വളരെ ചെറിയ, അതായത് പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ പിന്നെ സന്ധ്യ നദിയുടെ പരിഷ്കാരം, അതേസമയം അതേപോലെ തന്നെയുള്ള ഒരു ഈജിപ്തിലും ഒരു അങ്ങനെയുള്ള ചില ഏരിയയിൽ മാത്രമേ പിന്നെ ഈ ഗണിതശാസ്ത്രം പുരോഗമിച്ചിട്ടുള്ളൂ. പിന്നെ ആ സമയത്ത് അത്രയും ഗണിതശാസ്ത്രം ഇന്ത്യയിൽ പുരോഗമിച്ച അത്രയും പുരോഗമനം മറ്റൊരു രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ കേരളമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴും പിന്നെ ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യയിൽ തന്നെ കേരളമായിരുന്നു. അതായത് പിന്നെ ഈ ഫോറിൻ ഇൻവേഷൻ സമയത്ത് പിന്നെ ഒരുപാട് ഗ്രന്ഥപ്പുരകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അറേബ്യൻ്റെ ആക്രമണത്തോടെ. അതായത് ലോകത്തിൽ ഏറ്റവും നമ്മുടെ ഒരു ഭാരതം എന്നുള്ളത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന ഗ്രന്ഥം ആദ്യമായിട്ട് ഉണ്ടായത് ഇന്ത്യയിലാണ്. കേരളത്തെ എങ്ങനെ നമുക്ക് പറയാനൊക്കും? ഏതെല്ലാം പേരുകൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക്? കേരളത്തില് പിന്നെ അതായത് പിന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രമുഖമായ ഗണിതശാസ്ത്രജ്ഞൻ എന്നുള്ളത് ആര്യഭട്ടനാണ്. അത് അദ്ദേഹം ജനിച്ചത് കേരളത്തിലാണ്. അതെ. പിന്നെ നളന്ദ തക്ഷശില എന്ന സർവകലാശാലകൾ ആദ്യമായിട്ട് ലോകത്തിലെ ആദ്യത്തെ വിജ്ഞാന കേന്ദ്രം ഉണ്ടായത് നളന്ദയും തക്ഷശിലയിലുമാണ്. അപ്പോൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ഒരു കാലത്ത് പഠിക്കാൻ വന്നത് ഇന്ത്യയിലായിരുന്നു. അതിൽ തന്നെ ഇന്ത്യയുടെ ഒരു പിന്നെ മെച്ചം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ പിന്നെ ആ ഭാസ്കരാചാര്യർ അങ്ങനെയുള്ള പിന്നെ ഗണിത പ്രതിഭകളുണ്ടായിരുന്നു. പിന്നെ ഒരു 16-17 നൂറ്റാണ്ടുകളിൽ പിന്നെ ഇന്ത്യയുടെ വിവിധ പിന്നെ കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഗണിതശാസ്ത്രത്തിൽ പിന്നെ വികാസം ഉണ്ടായത് കേരളത്തിലാണ്. ഇപ്പം വരാഹമിഹിരനും പിന്നെ പുതുമന ചോമാതിരി, നീലകണ്ഠ സ്വാമിയാജി അങ്ങനെയുള്ള ആൾക്കാർ കേരളത്തിലുള്ള ഗണിതശാസ്ത്രത്തിന് ഒരുപാട് സംഭാവന നൽകിയത്. അതായത് 18-ാം നൂറ്റാണ്ടിൽ പിന്നെ ഈ ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഗണിതശാസ്ത്ര ശാഖയുടെ ഉദ്ഘാടനം ഉണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ സർ ഐസക് ന്യൂട്ടണും ലെബിനിസും പിന്നെ പരസ്പരം കാൽക്കുലസ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രശാഖ യഥാർത്ഥത്തിൽ ഈ ഇതിനകം പിന്നെ അവർ തമ്മിൽ കലഹിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. കാരണം പരസ്പരം അറിയാതെയാണ് ചെയ്തത്. ഓരോ രാജ്യക്കാർ സ്വന്തം രാജ്യത്തിന് കണ്ടുപിടുത്തമാണെന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊരുപാട് പിന്നെ കാര്യങ്ങൾ പിന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് മറ്റേയാളല്ല ഇന്നയാളാണ്, ഒരു ദിവസം മുമ്പെങ്കിലും ഞാനാണ് കണ്ടുപിടിച്ചതെന്ന് പിന്നെ വരുത്തി തീർക്കുന്നതാണ് അവരുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ അവർ ജനിക്കുന്നതിന് 2 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ പിന്നെ നീലകണ്ഠ സ്വാമിയാജി തന്ത്രസംഗ്രഹത്തിൽ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ അതിൽ കലനശാസ്ത്രം എന്നാണ് പേര് കൊടുത്തത്. പരസ്പരം അറിയാതെ കലനശാസ്ത്രം എന്നുള്ള മലയാളത്തിലുള്ള പേര് അവരുപയോഗിച്ചത് കാൽക്കുലസ് എന്നുള്ള ആ വാക്ക് പോലും ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇന്നും പിന്നെ ഇന്നത്തെ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഇത്ര വർഷമായിട്ട് പോലും അത് കേരളീയൻ്റെ ഒരു കണ്ടുപിടുത്തമാണെന്ന് ഇന്ന് വരെ യഥാർത്ഥത്തിൽ പിന്നെ വളരെ ചെറിയ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ചില
ആൾക്കാരൊക്കെ ഒന്നും പറയുന്നല്ലാതെ ചില പുസ്തകങ്ങളിലൊക്കെ പറയുന്നല്ലാതെ ആധികാരികമായിട്ട് ഇന്നും പറയാൻ ആ ഒരു കണ്ടുപിടുത്തവും അതിന്റെ ഒരു വികാസവും അതിന്റെ വളർച്ചയൊക്കെ ഉണ്ടല്ലോ, അത് നിരന്തരമായിട്ട് തുടർന്നു വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം മാധവന്റെ ഒരു കേരളത്തിൽ ജീവിച്ചിരുന്ന മാധവന്റെ പേരിലാണ് പിന്നെ ടാൻജന്റിന്റെ ടാൻ ഇൻവേഴ്സ് സീരീസ് ഇന്ന് അറിയപ്പെടുന്ന ഗ്രിഗറി സീരീസ് എന്നാണ് അല്ലേ ഗ്രിഗറി കണ്ടുപിടിച്ചത്. മാഷിനോട് ചോദിക്കുന്നതേ, ഈ ഉണ്ടായിരുന്ന ഒരു വളർച്ച ഉണ്ടല്ലോ, ആ വളർച്ച നിരന്തരം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുകയാണോ? അതിനൊരു മാന്യം വന്നിട്ടുണ്ടോ ഗണിതശാസ്ത്രത്തിന്റെ? പക്ഷെ ഇന്നത്തെ ഈ ആധുനിക ഇപ്പോൾ 20-21 നൂറ്റാണ്ടിൽ കാര്യമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പോലും അത് പിന്നെ അവകാശപ്പെടാൻ മാത്രമുള്ള ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പം പിന്നെ ജയൻ കപൂർ, ഇപ്പം പിന്നെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് ജയൻ കപൂർ. അതുപോലെ ആർ സി മിത്ര, ഇങ്ങനെയുള്ള ഒരുപാട് ആർ സി ഗുപ്ത, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കണ്ടു. ഇപ്പം പിന്നെ ഈ പഞ്ചാബിലുള്ള ഹോഷിയാബാദിൽ ജനിച്ചിട്ടുള്ള ഒരു പിന്നെ ചന്ദ്രപ്രതാപ് സിംഗ് ബോസ്, അദ്ദേഹം പിന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം പിന്നെ ഇവിടുന്ന് പിന്നെ നോർത്ത് കേരള യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പോയത്. അവിടെ പിന്നെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തിട്ട് അവിടുത്തെ പിന്നെ ആൾക്കാരുടെ പിന്നെ അവർ സഹകരിച്ചുകൊണ്ട് ഇപ്പം ആർ എ ഫിഷറുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഒരു 2-3 നൂറ്റാണ്ട് മുമ്പ് പിന്നെ ഉള്ളായിട്ടുള്ള പിന്നെ ഗണിത പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ പിന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥരചനാ വേളയിൽ കേവലമായിട്ടുള്ള ഗണിതമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗവേഷണാത്മകമായിട്ടുള്ള ഇവരുടെയൊക്കെ വളരെ ഉയർന്ന രീതിയിലുള്ള ഗണിത കണക്കുകളുണ്ടല്ലോ, അവരുടെ മനനമുണ്ടല്ലോ, അത് ഒരു പ്രയോജനകരമായി തീരാറുണ്ടോ? ലളിതമായിട്ടുള്ള പുസ്തകങ്ങൾ, കണക്കിന്റെ വിനോദങ്ങളും കണക്കിന്റെ കുസൃതികളും ഗണിതശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങളും ഒക്കെ പറയുമ്പോൾ ഇവരുടെ ഉദാത്തമായിട്ടുള്ള സംഭാവനകളെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സ്വാംശീകരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. അല്ല, ഈ ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ആസിറ്റീസ് വളരെ അരോചകമാണ്. കാരണം ഒരു കണക്ക് എന്നുള്ള സ്ഥിതിയിൽ പിന്നെ ഒരു സംഖ്യകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അരോചകമാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗണിതത്തിന് അതിൻ്റെ പിന്നെ ഏറ്റവും വിരസമായ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. കാരണം നമുക്ക് വിരസമായ രീതിയിൽ അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഗണിതം എന്നുള്ളത് അതിൻ്റെ പിന്നെ ജീവിതമായിട്ട് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പം പിന്നെ ഒരു കുട്ടികളുടെ ക്ലാസ്സിൽ ഒരുപാട് സൂത്രവാക്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ വിസ്തീർണം പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ത്രികോണത്തിൻ്റെ വിസ്തീർണം തന്നെ അവർ സൂത്രവാക്യങ്ങൾ ഒരു 3-4 സൂത്രവാക്യം പഠിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഹാഫ് BH പഠിപ്പിക്കുന്നുണ്ട്, ആരാപാദം ഉന്നതി, പിന്നെ റൂട്ട് ഓഫ് എസ് മൈനസ് ബി അങ്ങനെയുണ്ട്. പിന്നെ ഹാഫ് BC സൈനെ ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ത്രികോണമിതിയുടെ അംശം ഒന്ന് ഉപയോഗിച്ചിട്ട് ഹാഫ് BC സൈനെയും സൈൻ ബി സൈൻ സി ഉപയോഗിച്ചുള്ള 3 സൂത്രവാക്യങ്ങൾ, വശങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ഉന്നതി. അതുപോലെ ചതുരങ്ങളാണെങ്കിൽ പിന്നെ നീളമിൻ്റെ വീതി, അതുപോലെ ലംബകങ്ങൾ, അങ്ങനെയുള്ള ഒരു 5-10 സൂത്രവാക്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതേസമയം ഒരു കുട്ടി പഠിക്കുന്ന ക്ലാസ് മുറിയുടെ വിസ്തീർണത്തിലൊന്നും വെച്ചാൽ അവനറിയില്ല. അവൻ്റെ ക്ലാസ് അവൻ വീട്ടിലുള്ള എത്ര ആ മുറികളിൽ പിന്നെ ഒരു കാർപ്പറ്റ് വാങ്ങണം, എത്ര വിസ്തീർണമുള്ള ഒരു കാർപ്പറ്റ് വാങ്ങണം എന്ന് ചോദിച്ചാൽ അവനറിയില്ല. ഇപ്പോൾ ഒരു പാട്ട് പാടുക, നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ ഒരു കവിത എഴുതുക, കഥ എഴുതുക, ഇതിനെല്ലാം ജന്മവാസന വേണമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അതേപോലെ ജന്മവാസന ഈ ഗണിതശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടാനും ജന്മവാസന വളരെ അത്യാവശ്യമായിട്ട് മാഷിന് തോന്നിയിട്ടുണ്ടോ? അതോ ഒരാൾക്ക് മനഃപൂർവ്വമുള്ള പ്രയത്നത്തിലൂടെ ഇതിനകത്തേക്ക് വരുവാൻ സാധിക്കുമോ? അല്ല, ഏത് വിഷയത്തിലും പിന്നെ കൂടുതൽ മികവ് കാണിക്കാൻ ജന്മവാസന വേണം. ഇപ്പോൾ ഒരു ഗായകനായിട്ട് അറിയപ്പെടാനും ആളുകളെ പിടിച്ചിരുത്താനും ഒരു ചിത്രകാരൻ നിലയിൽ പിടിച്ചിരുത്താൻ ജന്മവാസമായിട്ടുള്ള ഒരു വാസന വേണം. അതേസമയം പാട്ടുപാടാൻ ജന്മവാസന വേണ്ട. മിക്കവാറും ഒരു കോമൺ പീപ്പിളിന് ആർക്കും പാട്ട് എഴുതാനും പാട്ട് പാടാനും ചിത്രം ഈ ഗണിതശാസ്ത്രത്തിൽ അതേപോലെ പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റഡ് ആളുകൾക്ക് മാത്രമേ വരാൻ കഴിയൂ. അത് ഈ കുട്ടികൾ കാണാറുണ്ടല്ലേ പലരും. ഉണ്ട്. അത് വളരെ ടാലൻ്റായ കുട്ടികൾക്ക് മാത്രമേ ആ രംഗത്ത് ശോഭിക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം ഒരു സാധാരണഗതിയിൽ ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഗണിതശാസ്ത്ര ബോധനം മിക്കവാറും സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാണ്. ഏതായാലും നമ്മുടെ നാട്ടിൽ ഈ ഗണിതശാസ്ത്രത്തെക്കുറിച്ചുള്ള താല്പര്യം ജനിപ്പിക്കുന്നതിൽ മാഷ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വളരെയേറെ പ്രയോജനപ്പെട്ടു എന്നുള്ളതിന് യാതൊരു സംശയമില്ലല്ലോ. 50ാമത്തെ പുസ്തകം ഏതിനെ കുറിച്ച്? 50ാമത്തെ പുസ്തകം ഗണിതശാസ്ത്ര പ്രതിഭകൾ എന്നുള്ള പുസ്തകമാണ്. ലോകപ്രതിഭകൾ ഇന്ന് വരെയുള്ള ഗണിതശാസ്ത്രത്തിൽ സംഭാവന നൽകിയ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അതേസമയം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലഭ്യമായിട്ടുള്ള ഒരു 300 ആളുടെ ജീവചരിത്രങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ക്രോഡീകരിച്ചു 300 പേരെ വന്നിട്ടുള്ളൂ. പക്ഷെ ഒരു സാധാരണഗതിയിൽ ഗണിതശാസ്ത്ര താല്പര്യമുള്ള ആളോട് ചോദിച്ചാൽ ഒരു 10-15 പേരിൽ പറയാൻ ഒക്കെയുള്ളൂ. അപ്പോൾ 300 തന്നെ വലിയൊരു സംഖ്യയാണ്. ഗണിതശാസ്ത്ര മേഖലയിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി ലോകം
വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുമെന്നുള്ളതിന് പ്രതീക്ഷ കുറവൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല അത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു അല്ലേ നമ്മുടെ ഈ വന്നു വരുന്ന. അതെ, മലയാളി കുട്ടികൾ തന്നെ അമേരിക്കയിലുള്ള മാത്തമാറ്റിക് ഒളിമ്പ്യാഡിനൊക്കെ സമ്മാനം നേരിട്ട് അറിയുന്നുണ്ട്. കേവലമായിട്ടുള്ള വിനോദങ്ങളിലും വളരെ ഗൗരവം ഉള്ള കാര്യങ്ങളിലും ഗണിതശാസ്ത്രത്തിന്റെ ഗണിതത്തിന്റെ ഏറ്റവും ഗുണകരമായ വശമാണത്. അത് ഒരു സമയം നമുക്ക് വളരെ രസകരമായിട്ട് ഉപയോഗിക്കാനും ഗണിതശാസ്ത്രം ഉപയോഗിക്കാം. കളികളിലൂടെ അവർക്ക് നമുക്ക് രസകരമായിട്ട് ഉപയോഗിക്കാം. അതേസമയം ഈ കഥ എഴുതിയിട്ടുണ്ട്, മാഷ് കവിത എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് അതേ രീതിയിലുള്ള ഒരു രചന ആനന്ദമാണോ ഈ പുസ്തകം? ഒരു സർഗാനന്ദം തന്നെയാണ് അനുഭവിക്കുന്നത്. ഒരു സർഗാരമായ ക്രിയ തന്നെയാണ് ഗണിതശാസ്ത്രം. അത് ഒരു വൈജ്ഞാനികം മാത്രമല്ല, ഒരു വിജ്ഞാനപ്രദമാണെങ്കിൽ സ്കൂളിലെ പാഠപുസ്തകങ്ങൾ ധാരാളമാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ വായിക്കാനുള്ള പുസ്തകങ്ങളൊന്നും എഴുതില്ല. അതായത് അവരുടെ പാഠത്തിനെ ആസ്പദമാക്കി മാത്രമുള്ള ഗൈഡ്, അത് പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സാകാനുള്ള രീതിയിലുള്ള പുസ്തകങ്ങളൊന്നും എഴുതുക. അതേസമയം കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുന്നത്, ഗണിത താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ആവശ്യം. പുസ്തകരചനയിൽ തന്നെ നിരന്തരമായിട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോലി ഒഴിവാക്കിക്കൊണ്ട് ഏതായാലും വളരെ അതിശയകരമായിരിക്കുന്നു. ഞാൻ വളരെ വർഷങ്ങൾക്കായിട്ട് മാഷിന്റെ പുസ്തകങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ചും ഈ ഗണിതശാസ്ത്രവുമായിട്ട് ഉള്ള ഒരു ബന്ധം ഇത്തിരി ദുഷ്കരമാണ്. പലപ്പോഴും എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു വിഷയമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഏതായാലും അങ്ങയുടെ സംഭാവനകൾ അത് ഞാൻ അംഗീകരിക്കാത്തൊരു കാര്യമാണ്. കാരണം ഏതാളുകൾക്കും ഗണിതശാസ്ത്രപരമായിട്ട് അവരുടെ ഒരു കഴിവുണ്ട്. ആ കഴിവ് തോന്നുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായിരിക്കാം കാരണം നമ്മളതിന് ഇഗ്നറന്റ് ആണ്. കണക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രയാസം, നമുക്കത് പറ്റില്ല. യഥാർത്ഥത്തിൽ എല്ലാവരും അവരുടെ ഫീൽഡിൽ വളരെ സെൽഫ് സഫിഷ്യന്റ് ആണ്. ഏതായാലും വളരെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് എന്നുള്ള സംശയമില്ല. മലയാളികൾ വീണ്ടും വീണ്ടും ഈ പുസ്തകങ്ങൾ ശ്രദ്ധിക്കും, വായിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ശരിക്കും ആൾക്കാർ ഇത് വായിക്കുന്നുണ്ട്. ഒരുപാട് അങ്ങയുടെ പുസ്തകങ്ങൾ കാണാറുണ്ട്. ധാരാളം പുസ്തകങ്ങളുമായിട്ട് ഈ ഗണിതശാസ്ത്ര മേഖലയിൽ ഉള്ള എന്തെങ്കിലും അബദ്ധധാരണകൾ വിദ്യാർത്ഥികൾക്കോ രക്ഷകർത്താക്കൾക്കോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഇനിയും നിരന്തരം പുസ്തക രചനയിൽ ഏർപ്പെടാനും അങ്ങനെ ഈ ഗണിതശാസ്ത്രത്തെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു മാധ്യമമാക്കി തന്നെ നമ്മുടെ നാട്ടിൽ നിലനിർത്തുവാനുമുള്ള സംഭാവനകൾ വീണ്ടും പള്ളിയറ ശ്രീധർ മാഷിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ വന്നതിലുള്ള ആനന്ദം അറിയിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. സിനിമ, സംഗീതം കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ആളുകൾ കൂടുതൽ